ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി നോക്കാം. കാണാൻ നല്ല രസമുള്ള അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പിങ്ക് കളറിലുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 6 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരുപാട് വലുതല്ല, ചെറിയൊരു പീസ്. എരിവ് ഉണ്ടാവരുത്, എന്നാൽ ഒരു ചെറിയ ടേസ്റ്റും വേണം. അതിനായിട്ട് ചെറിയൊരു പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി നടിച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ കിട്ടാനായിട്ട് ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങാ വെള്ളം കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ജ്യൂസ് ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ്സാണ് ഉണ്ടാവുക. ഈ ഒരു അളവിൽ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഈ സമയത്ത് മധുരം പാകത്തിനില്ലേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് കസകസ്, 1 ടീസ്പൂൺ കസകസ് 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു അളവിലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നാരങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു നാരങ്ങാ വെള്ളമാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കാതെ ഇതുപോലെ ഒരു പീസ് ബീട്രൂട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും അതുപോലെ തന്നെ കുടിക്കാനും ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല അത് കുടിക്കുന്ന സമയത്ത്. നമ്മളൊരു ചെറിയൊരു പീസ് ബീട്രൂട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.